ബാ അമ്മ വേഗം വന്നേ, ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പെട്ടി നിറയെ നോമ്പുതുറ കിറ്റ്. അതിന്റെ തീവ്രത നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ വിശക്കുന്നവനെ സഹായിക്കാൻ നമുക്ക് മനസ്സ് വരുമെന്നാണ് പറയാം. അവര് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഐറ്റത്തിന് എല്ലാത്തിനും കൂടി എന്താ ചാർജ് ചെയ്യാന്നറിയോ? ബാ അമ്മ വേഗം വന്നേ, ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പ എവിടെ ഇരിക്ക, എവിടെയാ പോടെ? അപ്പ ഇത് കണ്ടിട്ട് വലിയ മൈൻഡ് ചെയ്തില്ല കേട്ടോ. അപ്പ ഇത് കണ്ടിട്ട് അത്ര മൈൻഡ് ചെയ്തില്ല. ആ ഇത് കണ്ടോ എന്നാന്ന് നോക്കിയേ. ആ ഇഫ്താർ കിറ്റാണ്. ഒരു പെട്ടി സാധനങ്ങൾ, ഒരു പെട്ടി നിറയെ നോമ്പുതുറ കിറ്റ്. സാത്തർ അത് പാലാരിവട്ടവും ഉണ്ട്, പനമ്പിള്ളി നഗറും ഉണ്ട്. രണ്ട് സ്ഥലത്തും ഉണ്ട്. അപ്പൊ ആ ഓർഡർ കൊടുത്ത് ഞാൻ മേടിച്ചതാ, പ്രീ ബുക്ക് ചെയ്ത് മേടിച്ചതാ. അവിടെ ചെന്ന് മേടിക്കണം. അവിടെ ചെന്ന് മേടിക്കണം. അപ്പ വരട്ടെ. അപ്പ എന്നാ വരാത്തെ? നോയമ്പോ? നോയമ്പ് എടുത്തില്ല നമുക്ക്. നോയമ്പ് നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ നമ്മള് അതൊന്ന് ജസ്റ്റ് ഒരു പങ്കുചേരൽ മാത്രം. അതെ 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 അതെ. അപ്പ വന്നപ്പോ അമ്മ പോയല്ലോ. ഞാൻ ഈ പെട്ടി നോക്കി കൊറേ അന്വേഷിച്ചാണ് ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണെന്നാ പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് നമുക്ക് തുറന്ന് കാണാം. നമ്മള് മുസ്ലിംസിന്റെ നൊയമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്ത് കണിശമായിട്ടാണെന്നറിയാം ആ കാര്യത്തിൽ അവർ കാണിക്കുന്നത്. നമുക്ക് അവരോട് വളരെ ബഹുമാനവും ആദരവും തോന്നും. കാരണം രാവിലെ 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 6 മണിയാകാതെ അവർ ഉമിനീര് പോലും ഇറക്കില്ല. അത്ര കർശനമായിട്ട് അവർ ചെയ്യുന്നത്. കൊച്ചു കുട്ടികളെ പോലും അതുപോലെ അത് പ്രാക്ടീസ് ചെയ്യാൻ അവർ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്നെ അതിശയിപ്പിച്ച ഒരു സംഗതി, എന്നാല് സിനിമാ നടൻ മമ്മൂട്ടി ഒരിക്കലും പറയുകയായിരുന്നു. മമ്മൂട്ടി നൊയമ്പ് നോക്കുന്നുണ്ട്, നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സമയാസമയങ്ങളിൽ. അപ്പോ മമ്മൂട്ടി ഈ നൊയമ്പ് നോക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നൊയമ്പ് എടുക്കുന്നതെന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞ മറുപടി, വിശപ്പിന്റെ തീഷ്ണത മനസ്സിലാക്കാനായിട്ടാണ് നൊയമ്പ് നോക്കുന്നതെന്ന് പറഞ്ഞു. അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പട്ടിണി ഇരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നൊയമ്പ് നോക്കുന്നതെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. കാരണം അത് മനസ്സിലാക്കി അതിന്റെ തീവ്രത നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ വിശക്കുന്നവനെ സഹായിക്കാൻ നമുക്ക് മനസ്സ് വരുമെന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ നൊയമ്പിന്റെ ഒരു തീഷ്ണതയായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാരുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട്, അതായത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നൊയമ്പ് നോക്കലല്ല. അവര് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല, അതിനകത്ത് ഒരു തർക്കമില്ല. കൃത്യമായിട്ട് അവരത് പാലിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കും. അവര് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഈ കാഞ്ഞിരമറ്റത്തൊരു മുസ്ലിം പള്ളി, അവിടെ വന്നിരുന്നാണ് ആ ഗസ്റ്റഫറൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത്രയ്ക്ക് കണിശമായും ചിട്ടയായും ആ നൊയമ്പ് നോക്കുന്ന ആ മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് വളരെ ബഹുമാനം തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു ആചാരമോ ചടങ്ങോ മാത്രമായിട്ടല്ലാതെ ആ നൊയമ്പ് നോക്കാനായിട്ട് അവർ കാണിക്കുന്ന ഒരു സത്യസന്ധത അത് വളരെയേറെ അപ്രീഷ്യബിൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഈ മമ്മൂട്ടി പറഞ്ഞ കാര്യവും വളരെ പ്രസക്തമാണ്. പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് പട്ടിണിയുടെ വില അറിയാൻ പറ്റും. അങ്ങനെ പട്ടിണി കിടന്നാലേ പട്ടിണി കിടക്കുന്നവരെ സഹായിക്കണമെന്ന് നമുക്കൊരു മനസ്സുണ്ടാവും. അത് വളരെ വലിയൊരു കാര്യമാണ്. ദുബായിലൊക്കെ ഞാൻ മിനിങ്ങാന്ന് ഒരു ഇതിൽ വായിച്ചതാണ്. ഈ വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെയൊക്കെ മുമ്പില് വലിയ ഈ ഫ്രീസറും ഈ ഫ്രിഡ്ജും വെച്ചിരിക്കുക. എന്നിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ എക്സ്പയറി ആകാൻ പോകുന്ന സാധനങ്ങള് അവര് കൊണ്ട് ഈ ഫ്രിഡ്ജിൽ വെക്കും. ഇത് ആർക്ക് വേണമെങ്കിലും എടുത്തോണ്ട് പോവാം ഫ്രീ ആയിട്ട്. കാരണം 2 ദിവസം കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് കൊണ്ട വെക്കുകയാണ്, 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എക്സ്പയറി ആയി പോകുന്നതായിരിക്കും.
അപ്പൊ ആ എക്സ്പയറി ആയി പോകുന്ന സാധനം അവർ ഇന്നേ കൊണ്ടുപോയി ആ പുറത്ത് വെക്കും, പുറത്തുള്ള ഫ്രീസറിൽ. അപ്പൊ ആർക്ക് വേണമെങ്കിലും അത് എടുത്തുകൊണ്ട് പോവാം, അവർക്ക് അതിനകത്ത് പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയുള്ള വളരെ നല്ല കാര്യങ്ങൾ ദുബായ് പോലെയുള്ള രാജഭരണമുള്ള സ്ഥലങ്ങളില് പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ നടക്കും. അത് അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഇനി എടുത്തോ, നീ അപ്പ തുറന്നോ. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഓരോന്ന് നോക്കാം. നിക്ക ഒരു പടം എടുക്കട്ടെ. എനിക്ക് തോന്നണേ ഈന്തപ്പഴമായിരിക്കും ആദ്യം കഴിക്കണേ. അതെ 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 അതെ. നോക്കട്ടെ, ഒരു പടം എടുക്കട്ടെ ആദ്യം. ഓ, എന്തോരം ഐറ്റംസാ അല്ലേ. ഈ ഐറ്റത്തിന് എല്ലാത്തിനും കൂടി എന്താ ചാർജ് ചെയ്യാന്നറിയോ? അതെന്നാന്നറിയില്ല. പത്തിരി. അത് നമുക്കൊരു ഫോട്ടോ ആദ്യം എടുക്കാം. ഇതിനെല്ലാത്തിനും കൂടെ ചാർജ് ചെയ്തത് എന്തൊക്കെയാ, എത്ര രൂപയാന്നറിയോ? 365 പ്ലസ് GST 383 രൂപ. പക്ഷെ വാട്ടർമെലോൺ ജ്യൂസാണ്. അപ്പൊ അതെനിക്ക് ലാഭമായിട്ടാട്ടോ തോന്നിയത്. കാരണം ഇത്രയും ഐറ്റംസിന് ബിരിയാണിയാ. ഇത്രയും ഐറ്റംസിന് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാഭമായിട്ടാ എനിക്ക് തോന്നിയത്. അതെ അതെ. ആദ്യം നോമ്പുതുറ ജ്യൂസും ഫ്രൂട്ട്സും കഴിക്കണം. പിന്നെ ഏറ്റവും ആദ്യം ഈന്തപ്പഴാന്ന് എനിക്ക് തോന്നണേ. എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫ്രൂട്ട്സ് ആദ്യം. ഈന്തപ്പഴം 2 ഉള്ളല്ലേ. എല്ലാം പെർഫെക്റ്റ്ലി പാക്ഡ് ആട്ടോ. നല്ല പാക്കിംഗ്. തരിക്കഞ്ഞി ആയിരിക്കും. ചിലപ്പോ ആയിരിക്കും. 2 ഉണ്ടല്ലോ. തരിക്കഞ്ഞി ഇമ്പോർട്ടന്റ് ആണ്. അതാ. പ്ലേറ്റ് വേണോ? വാട്ടർ ഒരെണ്ണം ചിലപ്പോ സാലഡ് ആയിരിക്കും കേട്ടോ. അതെ അതെ. അമ്മ വാ, കഴിക്കാൻ വാ. ഇനി പൈനാപ്പിൾ. പൈനാപ്പിൾ അല്ല, ഇത് ആപ്പിളാ. അല്ല, ഇത് പൈനാപ്പിളാ. സ്മെല്ല് നല്ല സാധനം. പാക്കിങ് കണ്ടാൽ തന്നെ അറിയാം. അമ്മ ഈന്തപ്പഴം കഴിക്കൂ. ഞാൻ കഴിച്ചോളാം. ഞാൻ പ്ലേറ്റ് വെച്ചത് അവിടെ. ആദ്യം കഴിക്കേണ്ടത് ഈന്തപ്പഴാണ്. ഓരോന്ന് എടുത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന് ആദ്യം. അത് പത്തിരി ഒന്ന് തുറന്നു കാണിച്ച്. എത്ര പത്തിരി ഉണ്ട് പോലും. പൊറോട്ട. ഒരു പൊറോട്ട അല്ലേ? ഒരാക്കല്ലേ? ഒരു പൊറോട്ട. മറ്റതില് പത്തിരി. പത്തിരി എത്ര എണ്ണ? അത് ഒന്നായിരിക്കും. പത്തിരി ഒരെണ്ണായിട്ട് തരില്ല. 2 എന്തായാലും ഉണ്ടാവും. 2 പിന്നെ ഇനി ഓരോന്നൊന്നും എടുത്ത് കാണിച്ച് എന്തൊക്കെയാണ്. ഒരെണ്ണത്തില് വെള്ളാന്ന് തോന്നുന്നു അല്ലേ? അല്ല, വെള്ളായിരിക്കില്ല. അല്ല, വെള്ള. നല്ല കുപ്പിയാ. പിന്നെ അടുത്തത് വാട്ടർമെലോൺ ജ്യൂസ്. എടുക്കണതാ. പിന്നെ സ്നാക്ക് എടുക്ക. അവിടെ ഇനിയില്ല. അത് എടുക്ക. സമോസ നല്ല ഐറ്റം കേട്ടോ. എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയേ. സമോസ, പഴംപൊരി, ഉന്നക്കായ. അല്ല, കട്ട്ലറ്റ് ആണോ അത്? ഉന്നക്കായ അല്ലേ? അല്ല, കട്ട്ലറ്റാ. സ്നാക്സ് ഞാൻ പറഞ്ഞതാ. നാളെ എടുക്കാം. എല്ലാം ഒന്നിച്ച് നമുക്ക്. പിന്നെ അതോ തുറക്കാം. ബീഫ് കുറുമ അങ്ങനെ എന്തോ സാധനമാണത്. നോൺ വെജ് ഐറ്റം. തുറക്കാട്ടോ. സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി നോക്കി. അല്ല, ബീഫ്. അത് എനിക്ക് തോന്നുന്നത് പെറോട്ടയ്ക്കും പത്തിരിക്കും വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ബിരിയാണി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ബിരിയാണി ഒന്ന് അപ്പം ഓപ്പൺ ചെയ്ത് നോക്കിയേ. പെറോട്ട വേണ്ട അല്ലേ? പത്തിരി ഓപ്പൺ ചെയ്ത് നോക്കി. പെറോട്ട ഇത് കഴിക്കണോട്ടോ ഇച്ചിരി. ഇവിടുത്തെ ബിരിയാണി വളരെ ഫേമസ് ആണ്.
ഈ സാത്തർ റെസ്റ്റോറന്റിൽ അറബിക് ഡിഷസാ കൂടുതലും അവർ സെർവ് ചെയ്യുന്നത്. ഇവിടുത്തെ ബിരിയാണിയും വളരെ ഫേമസ് ആണ്. ഒരു പത്തിരി നിനക്ക് വെച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കിയ ബിരിയാണി നല്ല മണം തന്നെ ഉണ്ടല്ലേ. മണമുണ്ട്, നല്ല മണമുണ്ട്. ഇത് സാലഡാട്ടോ. മറ്റേത് തരിക്കഞ്ഞി. തരിക്കഞ്ഞി. ഇത് ബീട്രൂട്ട് പിക്കിളല്ലോ ആയിരിക്കും. ബിരിയാണി അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലല്ലോ. ബിരിയാണി വെറും വയറ്റിൽ തിന്നാലേ തുറക്കാൻ പാട വെച്ച് പോകുന്നു. അത് സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് കഴിച്ചോ. ഇത് സാലഡാടി. സാലഡാ. സാലഡാണോ? സാലഡ് എന്ന് വെച്ചാൽ ചമ്മന്തിയാണ്. ചമ്മന്തി ഐറ്റമാണ്. ഇതിന് വേണ്ടി ബിരിയാണിയുടെ ഒപ്പം സാലഡും ചമ്മന്തിയും വെച്ചു അല്ലേ? എങ്ങനെയുണ്ട് പത്തിരിയും ബീഫ് കറിയും? പാക്കറ്റ് നല്ല സൂപ്പർ. വാട്ടർമെലോണാ, പിന്നെ പൈനാപ്പിൾ അല്ലേ? അതെ. ഈന്തപ്പഴം കഴിച്ചോ? നല്ല ആരും ജ്യൂസ് കുടിച്ചില്ല. ജ്യൂസ് അപ്പ ഇച്ചിരി കുടിച്ചു. ജ്യൂസ് തണുപ്പിച്ച് കുടിക്കാം. സീൽഡ് ആയിരുന്നോ? അത് ലീക്ക് ആവാതിരിക്കും. സീൽഡ് ആക്കി ഇപ്പൊ കൊടുക്കാവുള്ളൂന്നാ. ചിക്കൻ ബിരിയാണിയാ അതായിരിക്കും. ഇവരുടെ ബിരിയാണി ഫേമസ് ആ. എനിക്ക് ചിക്കൻ പീസേ വേണ്ട. അപ്പൊക്ക് ഞാനിടാം. നിന്റെ നീ ഇതിന്നാണോ കഴിക്കുന്നത്? ഞാൻ എടുത്തോളാം, കാരണം ഇപ്പൊ ബിരിയാണി വേണ്ട. ഈ ബോക്സ് എനിക്ക് വളരെ ഇഷ്ടമായി, കാരണം ഈ ബോക്സിൽ എല്ലാം ഉണ്ട്. ഇപ്പൊ ബിരിയാണി നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല, ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്താ അവര് തരണേ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതെ 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 അതെ, നല്ലായിരുന്നു. ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി ഇവരുടെ വളരെ ഫേമസ് ആ. നല്ല ബിരിയാണിയാ. ഒരുപാട് ആൾക്കാര് ഇഫ്താർ വിരുന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് സാത്തർ റെസ്റ്റോറന്റ്. കേട്ടോ? നല്ലതാണോ അത്? ബിരിയാണി മട്ടിക്കാതിരിക്കാനാ ഇച്ചിരി പുളിയുള്ള ഐറ്റം കൂടെ വെക്കണേ. നല്ല ബിരിയാണിയാ അല്ലേ? നല്ല ബിരിയാണിയാ. സാലഡ് കഴിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ഇന്നാ കഴിച്ചോ ജ്യൂസ്. വേറൊരു ഫംഗ്ഷനുണ്ട്. അതായത് അടുത്ത ഞങ്ങളുടെ ഈ ലൈനിലുള്ള റെസിഡൻസ് അസോസിയേഷനിലെ ഒരു വീട്ടിലൊരു മോന്റെ കല്യാണം. അപ്പൊ കല്യാണം തലേന്ന് പോയി കൂടണം. കല്യാണം സൺഡേ ആണ്, തലേന്നത്തെ ഇന്നാ ചടങ്ങ്. അപ്പൊ അതിനും പോവാനുണ്ട്. അതാണ് എല്ലാരും ഇച്ചിരിച്ച മതി എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്തേ, നീയും ടേസ്റ്റ് ചെയ്തേ. ഞാൻ ടേസ്റ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തില്? നല്ലതാ. നോമ്പുതുറ കൊള്ളാം. അതെ അതെ അതെ. നോമ്പുതുറ കിറ്റ. അതെ 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 അതെ. എനിക്ക് ഇറച്ചി വേണ്ടല്ലോ, അതുകൊണ്ടാ. വേണ്ടാത്തോണ്ടാട്ടോ. ഞാനും ആദ്യം ഇതെടുക്കാം. ഫ്രൂട്ട്സ് കഴിക്കുന്നില്ലേ? ഫ്രൂട്ട്സ് കഴിക്കില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം കഴിച്ചേക്കാം. പൈനാപ്പിൾ നല്ല കേട്ടോ. അപ്പൊ പറഞ്ഞു നല്ല മധുരം ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പത്തിരി ആൻഡ് ബീഫ് കറി ഇച്ചിരി എടുത്താൽ മതി. നാളെ പൊറോട്ടയുടെ കൂടെ എടുക്കാം, കാരണം പൊറോട്ടയ്ക്ക് കറി ഇച്ചിരി കൂടുതലില്ലെങ്കിൽ കറി ഉണ്ടാക്കണുണ്ട്. നമുക്ക് നാളെ കറി ഉണ്ടാവും. പല കറികളുണ്ട്. കഷ്ണോണി, മട്ടൻ, പത്തിരി നല്ല കേട്ടോ. ഈ അരിപ്പൊടിയുടെ രുചി എനിക്കിഷ്ടമാണ്. പക്ഷെ കാരണം എന്താണെന്നറിയോ, ഇത് കോഴ്സ് ലഞ്ചിൽ ഞാൻ എപ്പോഴും പത്തിരി എടുക്കണം. അപ്പോൾ ഒട്ടും ഹെവി അല്ലാതെ ലൈറ്റ് അരിപ്പൊടിയുടെ രുചി എനിക്ക് വലിയ ഇഷ്ടമല്ല.
നല്ല നല്ല പത്തിരി കേട്ടോ, നല്ല ഫുഡാ. അടിയൻ പറയുകയായിരുന്നു ഈ പത്രിയുടെ ഐഡിയ ഉണ്ട്. ബീഫ് നല്ല രുചിയുണ്ടാ. നേരത്തെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അത് ചാറാക്കി അവിടെ എടുത്തേക്കണം. അത് മസാലയാണ് ചാറിനെടുക്കണം. തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞാൽ വളിച്ചു പോകും. നല്ല രുചിയുണ്ട. ഇത് മസാലയുടെ രുചിയാണ്. ബിരിയാണി നല്ലതാണ്. ബിരിയാണി നല്ലതാണ്. സാധാരണ ചിക്കൻ ഇത്രയും നന്നായിട്ട് കിട്ടാറില്ല. അത് ശരിക്കും അതിൽ കിടന്ന് വെന്തതിന്റെ ഇത് അറിയാനുണ്ടോ? നല്ല പാക്കിംഗ് അല്ലേ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇഫ്താർ കഴിച്ചു. എല്ലാ വിഭവങ്ങളും ഒരുപോലെ നല്ലതായിരുന്നു കേട്ടോ, ഒന്നും മാറ്റി വെക്കാനായിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് പ്രൊമോഷനായിട്ട് ഒന്നും പറയുന്നതല്ല. അപ്പോൾ ഞങ്ങളുടെ കഴിച്ച ആ ഒരു എക്സ്പീരിയൻസ് മാത്രം ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ഈ ഒരു കിറ്റ് വാങ്ങുന്നത്. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. റെസ്റ്റോറൻറ്റിനെ പറ്റി കൂടുതലും നമുക്ക് അറിയില്ല, അതിനെ കേട്ടുകേൾവിയേ ഉള്ളൂ. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ട് വളരെയധികം ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ലൈറ്റിന്റെ ഒരു അപാകത ഉണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. വെക്കാനായിട്ടുള്ള ഒരു സാവകാശം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അതെ, അപ്പൊ എന്തായാലും നല്ലൊരു ഇഫ്താർ വിരുന്നായിരുന്നു. അപ്പൊ എല്ലാവരും നല്ല കറക്റ്റ് സമയത്ത് പഴംപൊരി എടുത്തോ, ചിലപ്പോ അത് ചീത്തയോ കേടാവും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു റംസാൻ ആശംസിക്കുന്നു, എല്ലാവർക്കും കേട്ടോ. ബൈ. ഓക്കെ, കഴിക്കുവാട്ടോ മിണ്ടാട്ടെ. ഓക്കെ.